My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 215-ാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. ഹോമിയോപ്പതിക് ഔഷധ സഞ്ചയത്തിൽ വളരെ സുപ്രധാനമായ, ഏതാണ്ട് സൾഫറിനോടൊക്കെ തുലനം ചെയ്യാവുന്ന സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ഔഷധം ഗ്രാഫൈറ്റിസ്. ഗ്രാഫൈറ്റിസ് ക്യാൻസർ അടക്കമുള്ള നിരവധി രോഗാവസ്ഥകളിൽ വളരെ അത്ഭുതകരമായ ഫലം തരുന്ന ഔഷധമാണ്. പൊതുവെ വിശദീകരിക്കാൻ പ്രയാസമുള്ള തരം സങ്കീർണവും പരസ്പര വിരുദ്ധവുമായ ലക്ഷണങ്ങൾ വരുന്ന സമയങ്ങളിലൊക്കെ ഗ്രാഫൈറ്റിസിന് പ്രയോഗസാധ്യതയുണ്ട്. കൂടാതെ ഈ അധ്യായത്തിൽ സാന്ദർഭികമായി കെൻ്റ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഹോമിയോപ്പതിക് ഫിലോസഫിയെ അല്ലെങ്കിൽ ഹോമിയോപ്പതിക് ചികിത്സാ രീതിയെക്കുറിച്ചുള്ള നിരവധി വിലപ്പെട്ട ഉൾക്കാഴ്ചകളും ഇവിടെ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഗ്രാഫൈറ്റിസിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പതിവ് പോലെ ഒരു രോഗിയുടെ ഒരു വാങ്മയ ചിത്രം വരച്ചുകൊണ്ടാണ് കെൻ്റ് ഗ്രാഫൈറ്റിസിനെ കുറിച്ചുള്ള ഈ പ്രഭാഷണവും ആരംഭിക്കുന്നത്. ദ കംപ്ലൈൻറ്റ്സ് ഓഫ് ഗ്രാഫൈറ്റിസ് ആർ വേഴ്സ് മോർണിംഗ്, ഈവനിങ് ആൻഡ് ഡ്യൂറിങ് ദ നൈറ്റ്, എസ്പെഷ്യലി ബിഫോർ മിഡ് നൈറ്റ്. മോർണിംഗും ഈവനിങ്ങും ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്, നൈറ്റ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അപ്പോൾ രാത്രിക്കാണ് പ്രാധാന്യം, മോർണിംഗും ഈവനിങ്ങും അതിൻ്റെ താഴ്ന്ന ഡിഗ്രിയിൽ, എന്നാൽ പ്രാധാന്യമുണ്ട് താനും ഇറ്റാലിക്സാണ്. രാത്രി തന്നെ അർദ്ധരാത്രിക്ക് മുൻപ് എന്നുള്ളതാണ് പ്രധാനം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ പീപ്പിൾ ഹു ആർ മോർബിഡ്ലി ഫാറ്റ് ഓർ ഹാവ് ബീൻ ഫാറ്റ് ആൻഡ് ആർ നൗ എമിഷിയേറ്റിംഗ് വിത്ത് കോൺസ്റ്റിപ്പേഷൻ മോർ കോമൺലി ദാൻ ഡയറിയ, ഇൻ വുമൺ ഇൻ ദോസ് കണ്ടീഷൻസ് ഹൂസ് മെൻസ്ട്രൽ ഹാബിറ്റ് ഈസ് പെയിൽ, ലേറ്റ്, ഷോർട്ട് ആൻഡ് സ്കാൻഡി. ആ ഒരു വാങ്മയ ചിത്രത്തിൻ്റെ അടുത്ത മുഖം വല്ലാതെ മോർബിഡ്ലി ഫാറ്റ്, കണ്ട ഒരു രോഗിയാണെന്ന് തോന്നുന്ന തരത്തിൽ വല്ലാതെ കൊഴുത്ത് ചീർത്ത് കൊഴുപ്പടിഞ്ഞ ഒരു പ്രകൃതം. ഇനി അല്ലെങ്കിൽ മുൻപ് ഇങ്ങനെ കൊഴുത്തിരുന്നതാണ്, പക്ഷെ ഇപ്പോൾ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളത് ഡയറിയേക്കാൾ കൂടുതൽ സാധാരണമാണ്. മലബന്ധവും വയറിളക്കവും രണ്ടും ഉണ്ടാകാം, എന്നാൽ മലബന്ധത്തിനാണ് കൂടുതൽ പ്രൊബബിലിറ്റി. സ്ത്രീകളിലാണെങ്കിൽ അവരുടെ മെൻസ്ട്രൽ ഹാബിറ്റ് പെയിലാണ്, ലേറ്റാണ്, വയ്യ വരുന്നത്, ഷോർട്ടാണ്, സ്കാൻഡിയാണ്. രക്തത്തിൻ്റെ അളവ് കുറവാണ്, പെയിലാണ്, ചുരുങ്ങിയ കാലങ്ങളിലേക്കാണ് വരുന്നത്, വൈകിയാണ് വരുന്നത്. കാറ്ററൽ ഡിസ്ചാർജസ് ദാറ്റ് ആർ ആൽബുമിനസ് ആൻഡ് വിസിഡ് represent to the mind some peculiar general states of the sick man, not explainable and not common to disease conditions, nor to many remedies. Hence, strange, rare and peculiar. ഇനി ഗ്രാഫൈറ്റിക് പേഷ്യൻ്റെ കാറ്ററൽ ഡിസ്ചാർജസിൻ്റെ കാര്യത്തിൽ വളരെ പെക്യുലിയറാണ്. ആ രോഗാവസ്ഥയുടെ വളരെ തനതായ, വളരെ സവിശേഷമായ പൊതുസ്ഥിതി, ജനറൽ കണ്ടീഷനെ അത് കാണിക്കും. ഡോക്ടറുടെ മനസ്സിൽ ആ രോഗിയെക്കുറിച്ചുള്ള തനതായ പൊതു അവസ്ഥയുടെ സൂചന ഈ ആൽബുമിനസ് ആൻഡ് വിസിഡ് ആയിട്ടുള്ള കാറ്ററൽ ഡിസ്ചാർജ് കാണിക്കും. അതിൻ്റെ കാരണം എന്താണ്? നോട്ട് എക്സ്പ്ലെയിനബിൾ ആൻഡ് നോട്ട് കോമൺ, വിശദീകരിക്കാൻ പ്രയാസമാണ്, സാധാരണവുമല്ല. ടു ഡിസീസ് കണ്ടീഷൻ നോർ ടു മെനി റെമഡീസ്. അപ്പോൾ നിരവധി ഔഷധങ്ങളിൽ ഈ ഒരു അവസ്ഥ കാണുന്നുമില്ല. ഗ്രാഫൈറ്റിസ് പോലെ ചുരുക്കം ഔഷധങ്ങൾ കാണുന്ന ടിപ്പിക്കലായിട്ടുള്ള ആൽബുമിനസ് കാറ്ററൽ ഡിസ്ചാർജസ്. അതുകൊണ്ട് സ്ട്രെയിഞ്ചാണ്, റെയറാണ്, പെക്യുലിയറാണ്. ഇത്തരം ലക്ഷണങ്ങളാണ് ഒരു ഔഷധം കണ്ടെത്താൻ, അല്ലെങ്കിൽ ഒരു ഔഷധം തന്നെയാണെന്ന് ഉറപ്പിക്കാൻ ഡോക്ടറെ ഏറ്റവും അധികം സഹായിക്കുന്നത്. വളരെ സുപരിചിതമല്ലാത്തത് സ്ട്രെയിഞ്ചാണ്, റെയർ സുലഭമല്ല, വല്ലപ്പോഴും ഉണ്ടാകുന്നുള്ളൂ, പെക്യുലിയർ വളരെ തനതാണ്. റോ സർഫസസ് അപ്പോൺ ദ സ്കിൻ ആർ ജനറലി മാർക്ഡ് ബൈ സച്ച് വിസ്ഡ് ഗ്ലൂട്ടിനസ് ഡിസ്ചാർജ്. അപ്പോൾ
ഈ പറഞ്ഞ പോലുള്ള ആൽബുമിനസ് കാറ്ററൽ ഡിസ്ചാർജ് അത് കൂടുതലും ത്വക്കിന് പുറമേയുള്ള സർഫസസ്, ത്വക്കിന് പുറമെ ആയിട്ടുള്ള തൊലി ഒക്കെ പോയി എക്സ്പോസ്ഡായി എന്ന പോലുള്ള സർഫസസിലാണ് ഇത്തരം വിസിഡ് ഗ്ലൂട്ടിനസ് ഡിസ്ചാർജ് ഉണ്ടാകുന്നു. ആ സർഫസിൻ്റെ സവിശേഷതയാണ് ഈ ഒട്ടുന്ന തരത്തിലുള്ള വിസിഡായിട്ടുള്ള ഒഴുകാൻ പ്രയാസമുള്ള തരത്തിലുള്ള കട്ടിയുള്ള ഈ ഡിസ്ചാർജ്. ഇറ്റ് ഈസ് എ വെരി ഡീപ്പ് ആക്ടിങ് റെമഡി ലൈക്ക് ഓൾ കാർബൺസ് ആൻഡ് ഈസ് അക്കംപനീഡ് വിത്ത് ഇൻഡുറേഷൻ ആൻഡ് ബേണിംഗ് ഇൻ ദ ബേസ് ഓഫ് ദ അൾസേഴ്സ്, inflamed tissues and all cicatrices. Hence, its great usefulness in cancerous growths and ulceration. അർബുദത്തിൻ്റെ കാര്യത്തിൽ, അർബുദമായിട്ട് ബന്ധപ്പെട്ട വളർച്ചകൾ, അതിൻ്റെ കാര്യത്തിൽ, വ്രണങ്ങളുടെ കാര്യത്തിൽ, അർബുദത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ആണല്ലോ വളർച്ചയും വ്രണങ്ങളും. ഈ രണ്ടിലും വളരെയധികം ഗ്രാഫൈറ്റീസിന് പ്രയോഗം വരാനുള്ള സാധ്യത, ആ ഒരു ആസ്പെക്റ്റാണ് പറയുന്നത്. എല്ലാ കാർബൺസിലും എന്നതുപോലെ തന്നെ ഈ ഗ്രാഫൈറ്റീസിലും, നമുക്കറിയാലോ ഗ്രാഫൈറ്റീസ് കാർബണിൻ്റെ ഒരു വകഭേദമാണ്. വ്രണങ്ങളുടെ അടിയിൽ, അടിത്തറയിൽ, ബേസിൽ, നീർവീക്കം വന്ന കോശങ്ങളിൽ, വ്രണങ്ങൾ ഉണങ്ങിയ വടുക്കളിൽ, സിക്കട്രിസിസ്, ഇതിലെല്ലാം ഇൻഡുറേഷൻ വരുന്നു, ബേണിങ് വരുന്നു, പൊള്ളൽ വരുന്നു. ഈയൊരു ലക്ഷണം അർബുദത്തിൻ്റെതായിട്ടുള്ള വളർച്ചകളിലും വ്രണങ്ങളിലും ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഗ്രാഫൈറ്റീസ് അവിടെ യൂസ്ഫുൾ ആകുന്നത്. ക്യാൻസറസ് ഡെവലപ്മെൻറ്റ് ഇൻ ഓൾ സിക്കട്രിസസ് ഇസ് എ സ്ട്രോങ് ഫീച്ചർ ഓഫ് ദിസ് റെമഡി. പഴകിയ വടുക്കൾ, വ്രണങ്ങൾ ഹീൽ ചെയ്തുണ്ടാകുന്ന വടുക്കളിൽ അത് പിന്നീട് ക്യാൻസറായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നൊരവസ്ഥ. കോൺട്രാക്ഷൻ ഓഫ് ടെൻഡൻസ് എസ്പെഷ്യലി ബിഹൈൻഡ് ദ നീ, മുട്ടിന് പിൻഭാഗത്തുള്ള മടക്കിൽ, തന്തുക്കളിൽ, ടെൻഡൻസിൽ വലിവ്, ചുരുങ്ങൽ, വലിഞ്ഞി ചുരുങ്ങൽ. ഇറ്റ് ഹാസ് ഹെമറാജിക് ഊസിങ് ഓഫ് പെയിൽ ബ്ലഡ്. ഗ്രാഫൈറ്റിസിൻ്റെ മറ്റൊരു സവിശേഷതയാണ് പെയിലായിട്ടുള്ള ബ്ലഡ്. നേരത്തെയും പെയിൽ ബ്ലഡ് എന്ന് കണ്ടപ്പോൾ വേണ്ടത്ര ഹീമോഗ്ലോബിൻ ഇല്ലാത്ത ഒരവസ്ഥയിൽ പെയിൽ ബ്ലഡിൻ്റെ വാർന്നു വരൽ. ഇൻ ദ ഹയർ സെൻസ് ദ പേഷ്യൻ്റ് ഈസ് അനീമിക് ആൻഡ് ക്ലറോട്ടിക്. ഇതിന് കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി വളർച്ച ബാധിച്ച രോഗിയാണ്. ഫ്രം ഇറപ്ഷൻസ്, കാറ്ററൽ ഡിസ്ചാർജസ്, മെൻസ്ട്രൽ ഫ്ലോ, അൾസേഴ്സ്, ബ്രീത്ത് ആൻഡ് പെർസ്പിറേഷൻ ദർ ഈസ് മാർക്ഡ് ഒഫൻസീവ്നെസ്. അപ്പോൾ വ്രണങ്ങളിൽ നിന്നും മറ്റും അല്ലെങ്കിൽ ഓർഫീസിൽ നിന്നുള്ള ഡിസ്ചാർജുകളിൽ, ആർത്തവത്തിൽ, വ്രണങ്ങളിൽ നിന്നുള്ള പഴുപ്പിൽ, എന്തിന് നിശ്വാസത്തിൽ പോലും അല്ല വിയർപ്പിൽ പോലും വല്ലാത്തൊരു ദുർഗന്ധമുണ്ട്. ഇതിൽ ഒന്ന് രണ്ട് സമാനതകൾ, കമ്പാരിസൺ പറയുന്നുണ്ട്. ലൈക്ക് കാർബോവേജ്, സോറിനം, കാലിഫോസ്, കാലിയാഴ്സ്. ഇതിൽ സോറിനത്തിൻ്റെ ഒഫൻസീവ്നെസ് നമ്മൾ കണ്ടതാണ്. When eruptions or discharges have disappeared suddenly from any cause and grave chronic pneumonia have followed, graphite is one of the medicines to be studied. ഞാൻ ഗ്രാഫൈറ്റിസിനെ ശ്രദ്ധിച്ച ഒരു സന്ദർഭം ഇതായിരുന്നു. ഈ ഇറപ്ഷൻസ്, ഡിസ്ചാർജസ്, ഇതിന് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ മൂലമോ സപ്രസീവ് ട്രീറ്റ്മെൻറ്റ് മൂലമോ അത് ഇല്ലാതായി കഴിഞ്ഞാൽ അതിന് പിന്നാലെ ക്രോണിക് ന്യൂമോണിയ ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഒരു കണ്ടീഷനിൽ ഉപകരിക്കുന്ന പല ഔഷധങ്ങളുണ്ട്, സൾഫറൊക്കെ വരും. അതുപോലെ തന്നെ ഗ്രാഫൈറ്റീസിനെയും പരിഗണിക്കണം. എൻ്റെ സുഹൃത്തിന് ഇങ്ങനെ സമാനമായൊരു അവസ്ഥയുണ്ടായിരുന്നു. ഞാനന്ന് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സമയമാണ്. പഴയൊരു സുഹൃത്തിനെ ഞാൻ കാണാൻ പോയതാണ്. ആൾക്ക് ഗുരുതരമായ ന്യൂമോണിയ പിടിച്ച് ഹോസ്പിറ്റലാണ്, വലിയ പ്രശ്നമായി. തൃപ്പൂണിത്തുറ പ്രദേശത്താണ്. അപ്പോൾ ഞാൻ അവൻ്റെ അച്ഛനോടും അമ്മയോടും വിവരങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ സിക്കട്രീസസ് ആ ഒരു ടെൻഡൻസി ഇവന് നേരത്തെ ഉണ്ടായിരുന്നു. ഒരു വ്രണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വടു അങ്ങനെ നിൽക്കും. വടു ഇങ്ങനെ തടിച്ച് നിൽക്കുകയും ചെയ്യും. അങ്ങനെ ശരീരത്തിന് ചില ഭാഗങ്ങളൊക്കെ അത് ഉണ്ടായിരുന്നു. ആൾക്കത് വലിയൊരു സൗന്ദര്യ പ്രശ്നമായിരുന്നു. അപ്പോൾ പിന്നീട് ചില സ്കാബീസ്, ചൊറി പോലെയൊക്കെ വന്ന സമയത്ത് ഈ മടക്കുകളിൽ, കൈയുടെ മടക്കിലും മറ്റുമൊക്കെ വന്ന സമയത്ത്
പോയി അറിയപ്പെടുന്നൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടു. ഓയിൻമെൻറ്റും ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അതിൻ്റെ പിന്നാലെയാണ് ഇത് വന്നത്. പക്ഷേ ഈ ബന്ധത്തെക്കുറിച്ച് ഇവർക്ക് അറിയില്ല. അത് സാധാരണ ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കില്ലല്ലോ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവൻ്റെ അച്ഛനെ ഞാൻ തമ്മനത്ത് ബാബുച്ചേട്ടനടുത്ത് കൊണ്ടുവന്നു. സംസാരിച്ചു. ബാബുച്ചേട്ടൻ ഒരുവിധം വിശദമായിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് ഇവനെ ബാബുച്ചേട്ടൻ അന്ന് എന്തോ ധൈര്യത്തിന്, സാധാരണ അങ്ങനെ പറയാത്തതാണ്, ഡിസ്ചാർജ് ചെയ്തോന്നും ഒരിക്കലും പറയില്ല. അതിന് പറഞ്ഞു അവനെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോഴേക്കും ഞാനും വരാം, വന്നിട്ട് നമുക്കവനെ നോക്കിയിട്ട് മരുന്ന് കൊടുക്കാം. അങ്ങനെ കുറച്ച് മരുന്നുകൾ, ഗ്രാഫൈറ്റിസ് അടക്കം കുറച്ച് മരുന്നുകൾ എടുത്തുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം പോയി. അപ്പോഴേക്കും അവനെ ഡിസ്ചാർജ് ചെയ്ത് എറണാകുളത്ത് വലിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയി. ബാബുച്ചേട്ടനും ഞാനും കൂടി പോയി ഒന്നുകൂടിയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി. കറക്റ്റ് ഗ്രാഫൈറ്റിസ് കേസായിരുന്നു അത്. ഗ്രാഫൈറ്റിസ് കൊടുത്തു. ക്രമേണ 2 ആഴ്ച കൊണ്ട് അവൻ പൂർണ്ണ സൗഖ്യത്തിലേക്ക് എത്തി. സ്ക്രോഫലസ് കണ്ടീഷൻസ് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ഗ്ലാൻഡ്സ്, റിക്കറൻറ്റ് ഹെർബ്സ് upon all part of the body and especially about the anus and genitals, burning in many parts and especially in all cicatrices. ഈ സിക്കട്രിസസ് ഗ്രാഫൈറ്റിസിൻ്റെ കാര്യത്തിൽ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ സ്ക്രോഫലസ് കണ്ടീഷൻ, ഗ്ലാൻസിൽ വീർത്തിട്ട്, പ്രത്യേകിച്ചും കഴുത്തിലും മറ്റോ കഴലവീക്കം എന്നൊക്കെ പറയുന്ന പോലെ പണ്ട് ഈ സ്ക്രോഫലസ് പേഷ്യൻസ് ധാരാളം സമൂഹത്തിലൊക്കെ കാണുമായിരുന്നു. ഇപ്പം അങ്ങനെ കാണുന്നില്ല. കഴുത്തിലേക്ക് ഇങ്ങനെ വന്ന് ഗ്ലാൻസൊക്കെ വീർത്തിരിക്കുന്ന കണ്ടീഷൻ. റിക്കറൻറ്റ് ഹെർപ്പസ്, ഈ സോർസും ഇങ്ങനെ ബോയിൽസും ഒക്കെ ഉണ്ടാകുന്നൊരവസ്ഥ, അത് റിക്കറൻ്റായിട്ട് ശരീരത്തിലെ പല ഭാഗം, വിശേഷം എവിടെയാണ്, മലദ്വാരത്തിൻ്റെ അവിടെ, ജെനിറ്റൽസിൻ്റെ അവിടെ ഇങ്ങനെ കുമിളകൾ പോലെ വരുന്നൊരവസ്ഥ, അത് ആവർത്തിച്ച് വരുന്നു. ബേണിംഗ് ഇൻ മെനി പാർട്സ് ആൻഡ് എസ്പെഷ്യലി ഇൻ ഓൾ സിക്കട്രിസസ്, ഒടുക്കലിലാണ് ഇങ്ങനെ ബേണിങ് വരുന്നത്. ജനറൽ ഡ്രോപ്സിക്കൽ ടെൻഡൻസി, പേഷ്യൻ്റ് ഒരു പൊതുവെ ഒരു പ്രവണത, ഒരു നീർവീർക്കുമെന്ന് വീർത്തിയിട്ടിരിക്കുന്നൊരവസ്ഥയുണ്ട്. വീക്ക്നെസ് ഇൻ മസിൽസ് ആൻഡ് ടെൻഡൻസ് ആഫ്റ്റർ സ്ട്രെയിനിങ് ദം ബൈ ഓവർ ലിഫ്റ്റിംഗ്, എന്തെങ്കിലും കൂടുതൽ ഭാരം എടുത്തിട്ട് പേശികളിലും അല്ല തന്തുക്കളിലും സ്നായുക്കളിലും ഒക്കെ കൂടുതൽ അധ്വാനം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ക്ഷീണിതാവസ്ഥ, വീക്ക്നെസ്. ദ പേഷ്യൻ്റ് ഈസ് വെരി സെൻസിറ്റീവ് ടു കോൾഡ് ആൻഡ് നീഡ്സ് വാം ക്ലോത്തിങ്. ഈ സെൻസിറ്റീവ് ടു ദ കോൾഡ് ഇൻ വിൻ്റർ ആൻഡ് ടു ദ ഹീറ്റ് ഇൻ സമ്മർ. ഇത് വളരെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് പലർക്കും തോന്നുന്നൊരവസ്ഥ. മഞ്ഞുകാലത്ത് തണുപ്പിനോടും വേനൽക്കാലത്ത് ചൂടിനോടും വളരെ സെൻസിറ്റീവാണ്. രണ്ടൊരു എക്സ്ട്രീം കണ്ടീഷൻ. ഹീ സെൻസിറ്റീവ് ടു എ വാം റൂം ആൻഡ് ഡിസേഴ്സ് ഓപ്പൺ എയർ വിച്ച് ഈസ് ഗ്രേറ്റ്ഫുൾ. അപ്പോൾ ചൂടുള്ള മുറി ഇയാൾക്ക് വലിയ പ്രശ്നമാണ്. തുറന്ന വായുവിനോട് താല്പര്യമാണ്. അത് അയാൾക്ക് ഗ്രാഫൈറ്റിസ് പേഷ്യൻ്റ് വളരെ ഉപകരിക്കുകയും ചെയ്യും. Worse in a warm bed, complaints come on from becoming cold or heated. The headaches are worse in a warm room and better in the open air. ചൂടുള്ള കിടക്കയിൽ കിടക്കുമ്പോൾ സ്ഥിതികൾ കൂടുതൽ മോശമാകും. തണുപ്പടിക്കുമ്പോഴോ കൂടുതൽ ചൂടാകുമ്പോഴോ പ്രശ്നമുണ്ടാകുന്നു. വല്ലാതെ തണുപ്പടിച്ചാൽ പ്രശ്നമുണ്ടാകും, വല്ലാതെ ചൂടായാലും പ്രശ്നമുണ്ടാകും. തലവേദനകളാണെങ്കിൽ ചൂടുള്ള മുറിയിൽ കൂടുതൽ മോശമാകും, തുറന്ന വായുവിൽ മെച്ചപ്പെടും. Graphitis has cured deep-seated spinal complaints, and in such cases the patient delays to lie heavily covered in a cold draft from an open window. സുഷുമ്നാനാഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള നിരവധി പ്രശ്നങ്ങളെ ഗ്രാഫൈറ്റിസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കേസുകളിൽ ഈ രോഗിയുടെ സവിശേഷത എന്താണ്? ഡിലേറ്റ്സ് ടു ലൈ ഹെവിലി കവേർഡ് ഇൻ എ കോൾഡ് ഡ്രാഫ്റ്റ് ഫ്രം ആൻ ഓപ്പൺ വിൻഡോ. ഇത് ഒരു തണുപ്പുള്ളൊരു കാലാവസ്ഥ പറയുന്നത്. അവിടെ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ തണുപ്പടിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ വിൻഡോ എന്നുള്ള എടുക്കണ്ട. പൊതുവേ തണുത്തുള്ള അവസ്ഥയിൽ നന്നായിട്ട് മൂടിപ്പൊതിച്ച് കിടക്കുന്നൊരു പ്രവണത. അപ്പോൾ അതിൽ ഡിലൈറ്റ്സ്, അങ്ങനെ കിടക്കുന്നതിൽ വളരെ അത്യധികമായ ആനന്ദം കണ്ടെത്തും. വെറുതെ ഇഷ്ടമാണെന്നുള്ളതല്ല. പേഷ്യൻ്റ് ലൈക്സ് എന്നോ പേഷ്യൻ്റ് ഈസ് ബെറ്റർ ബൈ എന്നോ അമീർ എന്നല്ല, പേഷ്യൻ്റ് ഡിലൈറ്റഡ്, അത്യധികമായ ആഹ്ലാദം അയാൾക്കുണ്ടാകുന്നു. അതിൽ വളരെ എൻജോയബിൾ കണ്ടീഷനാണത്. ഇറ്റ് ഈസ് ഈസി ടു സീ ഇൻ ദിസ് ദ റിസംബ്ലൻസ് ടു കാർബോവിച്ച്. പിന്നീട് നമ്മൾ കാണും, കാർബോവിച്ച് വളരെ പ്രൊമൻ്റായിട്ട് ഇത് കാണിക്കുന്നതാണ്. ഫാൻഡായിരിക്കണം, കാറ്റ് കിട്ടണം. വിച്ച് ഓഫൺ ക്യൂവേഴ്സ് വെൻ ദ പേഷ്യൻ്റ് വാണ്ട്സ് ടു ബി ഫാൻഡ്. തണുപ്പൊക്കെയാണ്, പക്ഷേ
കാറ്റ് വേണം, വീശിത്തരാൻ പറയും, അല്ലെങ്കിൽ ഫാനുണ്ടെങ്കിൽ ഫാൻ ഇടാൻ പറയും. അപ്പോൾ ഇതിനൊരു സാദൃശ്യം ഗ്രാഫൈറ്റീസും കാർബോയിജും ഉണ്ട്. കാർബോയിജിൻ്റെ കാര്യത്തിൽ വീശി കൊടുക്കണം, അല്ലെ ഫാൻ ഇടണം. ഗ്രാഫൈറ്റിന് അങ്ങനെയല്ല, തണുത്ത വായു കിട്ടിയാൽ മതി, ഒരു ഡ്രാഫ്റ്റ് മെല്ലെ കയറി മതി, ഓപ്പണായിട്ടുള്ള തണുപ്പുള്ള സ്ഥലത്ത് ഓപ്പണായിട്ട് കിടന്നാൽ മതി. Craving for air is strong in the carbons, yet often easily chilled and just as easily overheated, and complaints that come from overheating are related to carbons. അപ്പോൾ പൊതുവെ എല്ലാ കാർബൺസിലും, കാർബോയിജ് ആയാലും കാർബോനിമാനസ് ആയാലും ഗ്രാഫൈറ്റിസ് ആയാലും കൽക്കേറിയ കാർബിൽ പോലും കാർബൺ അതിൽ വരുന്നുണ്ട്. ഇതെല്ലാം എയർ ഹംഗ്രി പേഷ്യൻസ് ആണ്. വായുവിനോട് വല്ലാതെ, തുറന്ന വായുവിനോടുള്ള ക്രേവിങ്. എന്നിരുന്നാലും പെട്ടെന്ന് തണുപ്പിടിക്കും. ഇത് അതേപോലെ പെട്ടെന്ന് തണുപ്പിക്കുന്ന പോലെ ഓവർ ഹീറ്റിംഗ് കൊണ്ടും പ്രശ്നമുണ്ട്. രണ്ടിനോടും സെൻസിറ്റീവാണ്. കൽക്കേറിയ കാർബിൽ നമ്മൾ നേരത്തെ ഇത് കണ്ടതാണ് ഈ ഒരു സമാനമായ അവസ്ഥ. അപ്പോൾ കാർബൺസിൻ്റെ ഒരു പൊതു സ്വഭാവമാണത്. പെട്ടെന്ന് തണുപ്പിടിക്കുന്നു, പെട്ടെന്ന് ചൂടുപിടിക്കുന്നു. ഓവർ ഹീറ്റിംഗ് കൊണ്ടുള്ള, വല്ലാതെ ചൂടുപിടിക്കുന്നതുകൊണ്ട് പുറത്തു വരുന്ന പ്രശ്നങ്ങൾ, വല്ലാതെ ചൂടുപിടിക്കുമ്പോൾ പുറത്തു വരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിലും കാർബൺസ് നമ്മൾ ചിന്തിക്കണം. This one becomes ill from being overheated. Exertion makes all symptoms worse. എക്സേർഷൻ കൊണ്ട് ഹീറ്റിംഗ് ഉണ്ടാകാം. അപ്പോൾ എക്സേർഷനും ഹീറ്റിങ്ങും രണ്ടും കാർബൺസിന് പ്രശ്നമാണ്. ഗ്രാഫൈറ്റിസിൻ്റെ കാര്യത്തിൽ അതും വളരെ കൃത്യമാണത്. മോഷൻ ഇൻക്രീസസ് ഓൾ സിംറ്റംസ് എക്സെപ്റ്റ് ദ numbness and general feeling of stagnation which comes on during rest. വെറുതെ ഇരിക്കാൻ നേരത്ത് ഒരു മരവിച്ച അവസ്ഥ, നമ്പനസ് വരുന്നു, സ്റ്റാഗ്നേഷൻ വരുന്നു, രക്തചംക്രമണം കുറഞ്ഞിട്ട് രക്തം കെട്ടിക്കിടന്ന ആ ഒരു നമ്പനസ്. ഈ നമ്പനസ് സ്റ്റാഗ്നേഷൻ ഒഴികെ ബാക്കി എല്ലാ ലക്ഷണങ്ങളും രോഗിയുടെ ചലനം കൊണ്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമ്പനസിന് കുറവുണ്ടാവും, ബാക്കിയെല്ലാം വർദ്ധിക്കും. എക്സ്ട്രീം വീക്ക്നെസ്, വല്ലാതെ ക്ഷീണിതാവസ്ഥ. വീക്ക്നെസ് ആൻഡ് ഡിസയർ ടു ലൈ ഡൗൺ, ക്ഷീണം കൊണ്ട് എപ്പോഴും കിടക്കണമെന്നുള്ളൊരു താല്പര്യം. പലതും നമ്മൾ കൽക്കേറിയയിൽ കണ്ടത് തന്നെയാണ് വരുന്നത്. പാരലിസിസ് ഇൻ എനി പാർട്ട് ബട്ട് എസ്പെഷ്യലി ഇൻ ദ ലോവർ ലിംസ്. തളർവാദം, അത് നമ്മൾ നേരത്തെ ഗ്രാഫൈറ്റിസിലേക്ക് വന്നത് തന്നെ അലൂമിനിയുടെയൊക്കെ ആ ഒരു ശ്രേണിയിലാണ് നമ്മൾ വന്നത്. ഇവിടെയും തളർവാദമുണ്ട്, വിശേഷിച്ചും ലോവർ ലിംസിലാണ്. സെൻസേഷൻ ഓഫ് പാരലിസിസ് ഓർ സ്റ്റാഗ്നേഷൻ ക്രീപ്സ് ഓവർ ദ ബോഡി ആൻഡ് ലിംസ്. ഇവിടെ രക്തം ശരിക്കും സർക്കുലേറ്റ് ചെയ്യാതെ ചേർത്ത് കെട്ടിക്കിടക്കുന്നൊരവസ്ഥ ശരീരത്തിന് ഒരു സ്ഥലത്ത് തുടങ്ങി ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തേക്ക് വ്യാപിക്കുന്നു, ശരീരത്തിൻ്റെ ഭാഗങ്ങളിലും കൈകാലുകളിലും. ഹീസ് മെയ്ഡ് സിക്ക് ബൈ ബാത്തിങ് ആൻഡ് ഈസ് സെൻസിറ്റീവ് ടു കോൾഡ് ഡാം വെതർ. കുളി കൊണ്ട് കുഴപ്പമാണ്. നമ്മൾ കൽക്കേറിയയുടെ ലെക്ചറിൽ കണ്ടില്ല, മറ്റു സ്ഥലത്ത് നമ്മൾ കണ്ടു. കുളി കൽക്കേറിയയുടെ ഫങ്ഷനെ ചിലപ്പോൾ ആൻറ്റിഡോട്ട് ചെയ്തേക്കാം. അതുപോലെ ഗ്രാഫൈറ്റിസിൽ ആൻറ്റിഡോട്ട് ചെയ്യുന്നില്ല, ഗ്രാഫൈറ്റിസ് പേഷ്യൻറ്റിൽ കുളി കൊണ്ട് അയാൾക്ക് പ്രശ്നമുണ്ട്. അയാൾ തണുപ്പിനോട് സെൻസിറ്റീവാണ്, ഡാം വെതറിനോട്, ഈർപ്പമുള്ള കാലാവസ്ഥയോട്, നമ്മളുടെ മൺസൂൺ പോലുള്ള അവസ്ഥകളോട് സെൻസിറ്റീവാണെന്നല്ല, അതുകൊണ്ട് ആൾ രോഗാവസ്ഥകൾ അയാളുണ്ടാകും. വാട്ട് ദർ ഇസ് ഇൻ ദ ജനറൽ ലൈഫ് ടു കോസ് ഇറപ്ഷൻസ് ടു കം ഔട്ട് ഇൻ ദ ബെൻസ് ഓഫ് ദ ജോയിൻസ് must be left for others to explain. But such is the case with this wonderful remedy. അപ്പോൾ ഈ മടക്കുകളിലും മറ്റുമൊക്കെ കുരുക്കളൊക്കെ വരുന്നത് എന്തുകൊണ്ട്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ബാധ്യത ഹോമിയോപാത്തിനില്ല. അത് ഈ ഒരു കാര്യം എൻ്റെ പലയിടത്തും പറയുന്നുണ്ട്, പല രീതിയിൽ പറയുന്നുണ്ട്. ഇവിടെ അത് പറയുന്നത് അതെന്തുകൊണ്ട് വരുന്നു, എന്തുകൊണ്ട് ജീവനുള്ള വൈറ്റാലിറ്റി അങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് അതിൻ്റെ എക്സ്പേർട്സ് പറഞ്ഞുകൊള്ളട്ടെ. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, ആ ഒരവസ്ഥ വിശദീകരിച്ചാലും വിശദീകരിച്ചില്ലെങ്കിലും, ആ സിംറ്റത്തിനെ ആസ് ഇറ്റ് ഈസ് അതിൻ്റെ എല്ലാ മൊഡാലിറ്റീസോടും പെക്യുലാരിറ്റീസും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഹോമിയോപ്പതിയിൽ അത് മതി. അതെന്തുകൊണ്ടുണ്ടാകും എന്നുള്ള ചോദ്യം മറ്റ് വിദഗ്ധന്മാർ നോക്കിക്കൊള്ളട്ടെ. ഈ ഒരു കാര്യം കാരണങ്ങളെ പിന്നാലെ പോകണ്ടെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഹോമിയോപ്പതിയിലെ പ്രധാനപ്പെട്ട പോയിന്റ് സന്ദർഭങ്ങൾ കിട്ടുമ്പോഴൊക്കെ കെൻ്റത് പറയും. അത് പലപ്പോഴും പലതരത്തിൽ വളരെ കാവ്യാത്മകമായിട്ട് തന്നെ അദ്ദേഹം പറയും. അങ്ങനെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അത്തരം അവസ്ഥകളിൽ ഗ്രാഫൈറ്റിസ് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു റെമഡിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സുഹൃത്തിൻ്റെ കാര്യത്തിലും ഈ ഒരു മടക്കുകളിലും മറ്റുമൊക്കെ ഇറപ്ഷൻസ്, വ്രണങ്ങൾ പോലെ
ഉണ്ടാകും, ദുർഗന്ധം വല്ലാതെ നാറ്റം ഉണ്ടാകുമായിരുന്നു. ദ സെയിം മേ ബി സെഡ് ഓഫ് റോനസ് ആൻഡ് എക്സ്കോറിയേഷൻ ഇൻ ദ സെയിം റീജിയൻ. അവിടെ റോയാണ്, തൊലിയൊക്കെ പോയിട്ട് പച്ച മാംസം പുറത്തു വരുന്നൊരവസ്ഥ. അവിടെ ഈ സ്രവങ്ങൾ വന്നിട്ട് തൊലി ഇങ്ങനെ ദ്രവിച്ചു പോയൊരവസ്ഥ. കാറ്റലിപ്റ്റിക് കണ്ടീഷൻസ് ആർ വെരി മാർക്ഡ് ഇൻ വിച്ച് ദ പേഷ്യൻ്റ് ഈസ് കോൺഷ്യസ് ബട്ട് വിത്തൗട്ട് പവർ ടു മൂവ് ഓർ സ്പീക്ക്, ട്രെമുലസ് സെൻസേഷൻ ത്രൂ ഔട്ട് ദ ബോഡി, സഡൻ സിങ്കിങ് ഓഫ് സ്ട്രെങ്ത്, സഡൻ വീക്ക്നെസ്. അപ്പോൾ ആൾ പെട്ടെന്ന് സ്തംഭിച്ചു പോയൊരവസ്ഥ. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റാഗ്നൻ്റ് അവസ്ഥ, നംബ്നെസ് പറഞ്ഞു. ഈ നംബ്നെസ്സിന് തന്നെ ഒരു സൂപ്പർലേറ്റീവ് കണ്ടീഷനാണ്. മൊത്തം സ്തംഭിച്ചു പോയി, അത് വളരെ മാർക്ക്ഡാണ്. ആ ഒരു കണ്ടീഷനിൽ ഈ രോഗി അതിനെക്കുറിച്ച് ബോധവാനാണ്, അല്ലെ ബോധവതിയാണ്, പക്ഷേ ഒന്ന് അനങ്ങാനോ എന്തെങ്കിലും പറയാനോ പറ്റില്ല. അങ്ങനെ സ്തംഭിച്ചു പോയൊരവസ്ഥ. അത് കൂടാതെ തന്നെ ഈ സ്തംഭിച്ച് അനങ്ങാതിരിക്കുന്ന അവസ്ഥ കൂടാതെ തന്നെ ട്രെമുലസ് സെൻസേഷൻ ത്രൂ ഔട്ട് ദ ബോഡി, ശരീരം മുഴുവൻ വിറയലും ഉണ്ടാകാം, നേരിയ രീതിയിൽ വിറയലും ഉണ്ടാകാം. സഡൻ സിങ്കിങ് ഓഫ് സ്ട്രെങ്ത്, പെട്ടെന്ന് ശക്തിയെല്ലാം ചോർന്നുപോയി. സഡൻ വീക്ക്നെസ്, പെട്ടെന്ന് തളർന്നുപോയി. കോൺസ്ട്രക്ഷൻ ഇൻ മെനി പാർട്സ്, പല ഭാഗങ്ങളിലും ഇങ്ങനെ ഇടുങ്ങിയ പോലൊരു അവസ്ഥയുണ്ട്. ഇറ്റ് ഹസ് ക്രിയേറ്റ് മെനി കൈൻഡ്സ് ഓഫ് കൺവൾഷൻസ്, വലിച്ചുകോച്ചലുകൾ, പലതരത്തിലുള്ള വലിച്ചുകോച്ചലുകളെ ഗ്രാഫൈറ്റിസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദ റെമഡി ഫോർ ദ കൺവൾഷൻ, പക്ഷെ എന്നോടൊരു കൺവൾഷനുള്ള മരുന്നല്ല ഇത്. ബട്ട് ഇൻ ക്രോണിക് സിക്നസ് വേർ ദ കൺവൾഷൻസ് ഈസ് ബട്ട് വൺ ഓഫ് ദ മെനി എലമെന്റ്സ് ഇറ്റ് ഈസ് ഓഫൺ സ്യൂട്ടബിൾ. കൺവൾഷൻ മാത്രമായിട്ട് അത് പ്രൊവൻ്റ് ആയിട്ട് വരുന്നൊരു കണ്ടീഷനല്ല, മറ്റ് പല പ്രശ്നങ്ങളുള്ള ഒരു ക്രോണിക് കണ്ടീഷനിൽ ഈ വലിച്ചു കോച്ചലുകളും ലക്ഷണങ്ങളിൽ ഒന്നാണ്. ആ ഒരു അവസ്ഥയിൽ അതിനെ സുഖപ്പെടുത്തും. ഇറ്റ് ഹസ് ക്യൂർഡ് എപ്പിലെപ്സി ആൻഡ് ഹിസ്റ്റീരിയ എപ്പിലെപ്സി ആൻഡ് എപ്പിലെപ്റ്റിക് സ്പാസംസ് മെനി ടൈംസ്. അപ്പോൾ അപസ്മാരം, ഒരു ഹിസ്റ്റീരിയോ എപ്പിലെപ്സി, എപ്പിലെപ്സിയുടെ ഭാഗമായിട്ടുള്ള വലിച്ചുകോച്ചലുകൾ, ഇതിനൊക്കെ പല തവണ ഗ്രാഫൈറ്റിസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാഫൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു മറ്റൊരു അനുഭവം ഈ ഒരു സാഹചര്യത്തിലാണ്. ഞാൻ പിന്നീട് ഇതിനെക്കുറിച്ച് പറയാം. വല്ലാതെ എപ്പിലെപ്സി ഉണ്ടായിരുന്നൊരു ഒരു പെൺകുട്ടി, ഒരു വിദ്യാർത്ഥിനി എൻ്റെ അയൽവക്കത്തുണ്ടായിരുന്നതാണ്. ഗ്രാഫൈറ്റിസ് ഉപയോഗിച്ചുകൊണ്ട് സുഖപ്പെടുത്തിയൊരു കേസുണ്ട്. when the totality of symptoms furnish the basis for the prescription. അപ്പോൾ അപസ്മാരത്തെ സുഖപ്പെടുത്തും, പക്ഷേ ടോട്ടാലിറ്റിയാണ് പ്രധാനം. ടോട്ടാലിറ്റിയുടെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗ്രാഫൈറ്റിസ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ കൺവൾഷൻസിനെയും എപ്പിലെപ്സിയെയും ഹിസ്റ്റീരിക്കൽ എപ്പിലെപ്സിയും എല്ലാത്തിനെയും ഗ്രാഫൈറ്റിസ് സുഖപ്പെടുത്തും. അപ്പോൾ ഈ ടോട്ടാലിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭവും കെൻറ്റ് പാഴാക്കില്ല. ഈ ഒരു സന്ദർഭത്തിലും ആ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് കെൻറ്റ് പറയാണ്, ടോട്ടാലിറ്റി ആണ് പ്രിസ്ക്രിപ്ഷൻ്റെ ബേസ് എന്നല്ല, ടോട്ടാലിറ്റി ആവണം പ്രിസ്ക്രിപ്ഷൻ്റെ ബേസ്, എങ്കിലേ അയാളുടെ ആ കൺവൾഷൻസോ അല്ലെങ്കിൽ എപ്പിലെപ്സിയോ സുഖപ്പെടുകയുള്ളൂ. അയാൾക്ക് എപ്പിലെപ്സി അല്ലെങ്കിൽ കൺവൾഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു മരുന്ന് കൊടുത്താൽ അയാൾക്ക് സുഖപ്പെടുന്നില്ല. കാരണം അയാളുടെ ടോട്ടാലിറ്റി ഗ്രാഫൈറ്റിസിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഗ്രാഫൈറ്റിസ് തന്നെ സുഖപ്പെടുത്തുകയുള്ളൂ. എ കെയർഫുൾ കമ്പാരിസൺ ഓഫ് ദ സിംപ്റ്റംസ് ഷോ ദാറ്റ് ദിസ് റെമഡി ആക്ട്സ് പ്രൊഡോമിനൻ്റ്ലി ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡി. ശ്രദ്ധാപൂർവ്വം പഠിച്ചു കഴിഞ്ഞാൽ ഇതൊരു ലെഫ്റ്റ് സൈഡഡ് റെമഡിയാണെന്ന് മനസ്സിലാകും. ദ പേഷ്യൻ്റ് ഈസ് ഓവർ സെൻസിറ്റീവ് ടു പെയിൻ ആൻഡ് ഔട്ടർ പാർട്സ് ആർ വെരി സെൻസിറ്റീവ്. വേദനയോട് വല്ലാതെ സെൻസിറ്റീവാണ്. പിന്നെ ബാഹ്യ ഭാഗങ്ങളൊക്കെ വളരെ സംവേദനക്ഷമതയുള്ളതാണ്. ദ പെയിൻസ് ആർ ബേണിംഗ്, ഡ്രോയിങ്, പ്രസ്സിങ്. അപ്പോൾ എല്ലാത്തരം വേദനകളും ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് ബേണിംഗ് ആണ് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്, പൊള്ളുന്ന വേദന. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഡ്രോയിങ്, പ്രസ്സിങ്, അങ്ങനെ എല്ലാത്തരം വേദനകളുണ്ട്. സോർനെസ് ഉണ്ട്. സ്റ്റിച്ചിങ് ആൻഡ് ടിയറിങ്, ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തരം വേദനകളുണ്ട്. അതിൽ തന്നെ ബേണിംഗ് ആണ് പ്രൊമിനൻ്റ്. നംബ്നെസ് ഈസ് മോർ ക്യാരക്ടറിസ്റ്റിക് ദാൻ പെയിൻ. മറ്റൊരു കാര്യം, ഈ മരവിച്ച അല്ലെങ്കിൽ നമ്പായിപ്പോയ, സംവേദനക്ഷമതയില്ലാതെ ആയിപ്പോയ ഒരു അവസ്ഥയാണ് വേദനയേക്കാൾ ഗ്രാഫൈറ്റിസിൽ മുന്നിട്ട് നിൽക്കുന്നത്. ദ ഫോർമേഷൻ ഓഫ് ഫിഷേഴ്സ് ഇൻ ഓൾ ദ കമ്മീഷേഴ്സ് ആൻഡ് ഇൻ ദ ഏനസ് വിത്ത് ക്രാക്ക്ഡ് ആൻഡ് ബ്ലീഡിങ് സ്കിൻ ഇൻ മെനി പാർട്സ് വിത്ത് മച്ച് ഹാർഡനിങ്. അപ്പോൾ അസ്ഥികളുടെ സന്ധിയിൽ ഫിഷേഴ്സ്, ഏനസിൻ്റെ അവിടെ ഫിഷേഴ്സും ഒപ്പം ഇങ്ങനെ വിണ്ട് കീറിയിട്ട് അതിൽ നിന്ന് ബ്ലീഡിങ്, തൊലി വിണ്ട് കീറിയിട്ട് ബ്ലീഡിങ്, മച്ച് ഹാർഡനിങ്. ഇതേപോലെ വിണ്ട് കീറിയ ഭാഗങ്ങളിലും ഉറങ്ങളിലുമൊക്കെ അതിൻ്റെ ബേസ് ഹാർഡാവുന്നു. ദ ടെൻഡൻസി ഗ്രോ വെൻസ്
on the scalp and elsewhere are features of this remedy not to be overlooked. ഈ ത്വക്കില് തലയിലും മറ്റുമൊക്കെയുള്ള ത്വക്കിലുണ്ടാകുന്ന ലംസ്, അത് വെൻസ്, അത് വല്ലാതെ കട്ടിയാകുന്നു. ത്വക്കിൽ മുഴകൊണ്ട് അത് വല്ലാതെ കട്ടിയാകുന്നു, അല്ല അത് വളരുന്നു. ഇത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും വരാം, സ്കാൽപ്പിൽ പ്രധാനം വരാം. ഈ ഒരു കാര്യത്തിനും വരുമ്പോൾ ഗ്രാഫൈറ്റിസിനെ നിങ്ങൾ അവഗണിക്കരുത്. ആൻഡ് വെൻ കപ്പിൾഡ് വിത്ത് ദ മെന്റൽ സിംറ്റംസ് ഫോം സച്ച് എ സ്ട്രോങ് ആൻഡ് സ്ട്രൈക്കിംഗ് ഇമേജ് ഓഫ് ദ പെർവേർട്ടഡ് വൈറ്റൽ ആക്ഷൻ ദാറ്റ് ദ നിയോഫൈറ്റ് ഷുഡ് നോട്ട് ഓവർലുക്ക് ഗ്രാഫൈറ്റിസ്. അപ്പോൾ ഈ ഒരു അവസ്ഥയോടൊപ്പം ഈ ഒരു നംബ്നെസ്, സ്കിന്നിലുണ്ടാകുന്ന ലംസ്, ഇതിനോടൊക്കെ ചേർന്ന് നമ്മൾ മെൻ്റൽ സിംറ്റംസും കൂടി ചേർത്ത് വായിച്ചു വന്നു കഴിയുമ്പോൾ ഗ്രാഫൈറ്റിസിനെ തുടക്കക്കാരാണെങ്കിൽ പോലും അവഗണിക്കരുത് എന്നാണ് പറഞ്ഞത്. ഇറ്റ്സ് ആസ് ബ്രോഡ് ആൻഡ് ഡീപ്പ് ആസ് സൾഫർ. സൾഫറിനെ പോലെ വളരെ വിപുലവും ആഴമേറിയുമായ ഒരു ഔഷധമാണ് ഗ്രാഫൈറ്റിസ്, ഷോയിങ് ദ ഗ്രേറ്റ് സിമിലാരിറ്റി ടു ദിസ് ഗ്രേറ്റ് റെമഡി ഇൻ ക്രോണിക് കേസസ്. ക്രോണിക് കേസസിൽ സൾഫറിനോട് വലിയ സാമ്യത കാണിക്കുന്നുണ്ട്. ബേണിങ് ഒരു പ്രധാനം നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബേണിങ് വരുന്നു, സ്കിന്ന് ഇൻവോൾവ് ആവുന്നൊരവസ്ഥ വരുന്നു. ഇതൊക്കെ സൾഫറിനോട് സാദൃശ്യം വരുന്നതാണ്. പക്ഷേ ഈ തണുപ്പിനോടുള്ള സെൻസിറ്റീവ്നെസ് അതൊരു സൾഫറിന് ചേരാത്ത ഒരു ഘടകമാണ് താനും. അപ്പോൾ സൾഫറിനെ പഠിക്കുന്നത് പോലെ തന്നെ വളരെ ഗൗരവത്തോട് പഠിക്കേണ്ട ഒരു ഔഷധമാണ് ഗ്രാഫൈറ്റിസ്. ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട നിരവധി സിംപ്റ്റംസ് തുടർന്നും പറയുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ അവയെക്കുറിച്ച് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.